ഹലോ, മാറിക്കേ. മിസ്റ്റർ റോയ്, ഞങ്ങളെ കുട്ടി ഒന്ന് കൊണ്ടുപോകാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ പറ്റിയ നോക്ക്. വേണ്ട, ഞങ്ങളുടെ വണ്ടി തന്നെ കൊണ്ടുപോകാം. വേഗം പോകാം. നീങ്ങിരിക്കടാ. വാ, വേഗം നടക്ക്. ഞാനല്ലേ പറയുന്നത്, വേഗം അകത്ത് കയറി ആശുപത്രി പോകാം. വണ്ടി എടുക്കടാ. മിണ്ടായിരിക്കാൻ പറയടാ. ഇതിന്റെ അടുത്ത് പുറത്തിട്. ഇവിടെ നടക്കുന്ന എല്ലാ ആക്സിഡന്റും 3/4 ഭാഗവും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. വേറൊന്നൊക്കെയല്ലേ ആക്സിഡന്റ് ഉണ്ടാക്കിയതല്ലേ പൊക്കാനാ. ഇറങ്ങി നോക്കാം. മക്കളെ, എന്തിനാ കരയുന്നത്? എന്തുപറ്റി? മോളെ, 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 എന്താ എന്റെ മോക്ക്? മോളെ, മോൾക്കൊന്നുമില്ല. ഇല്ല മോളെ, മോളെ, എങ്ങനെ എന്റെ മോള്? മോളെ, സർ, പോലീസ് സ്റ്റേഷൻ? അതെ, പോലീസ് സ്റ്റേഷൻ തന്നെയാ. ഞാൻ മാനന്തവാടി ബീച്ചിൽ നിന്നാണ് സംസാരിക്കുന്നത്. 4 പിള്ളേരെ കുറെ റൗഡികൾ ചേർന്ന് കത്തിയെടുത്ത് കുത്താൻ നോക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ സർ? ഞാൻ ആരാ സംസാരിക്കണേ? ഞാൻ ഇവിടെ ബീച്ചിൽ ബലൂൺ കട വെച്ചുകൊണ്ടിരിക്കുകയാണ് സർ. തൽക്കാലം കച്ചവടം നോക്ക്. ഹലോ, എന്താ കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? അല്ല, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ തന്റെ കൺട്രോളിലാണ്. മാനന്തവാടി ബീച്ച് തന്റെ കൺട്രോളല്ലേ? അതൊക്കെ ശരിയാ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? അത് ഒന്നുമില്ല. കോളേജ് പിള്ളേരെ ബീച്ചിൽ 4 റൗഡികളെ ചേർന്ന് വെട്ടാൻ നോക്കിയതായി ആരോ കണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റേഷനിൽ ഇപ്പോൾ ഫോൺ വന്നിരുന്നേ. വിവരം വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ പ്രശ്നം വലുതാവുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയും കണ്ടും വേണം. അവിടെ സംഭവിച്ചതൊക്കെ അവിടെ ബലൂൺ കച്ചവടം നടത്തുന്ന ഒരാളെ വിളിച്ചു പറഞ്ഞതേ. എന്ത് ബലൂൺ കടക്കാരനോ? ആരാ ചേട്ടാ ഇവരൊക്കെ? എന്തിനാ ഇവരൊക്കെ മുട്ടൂത്തി നിൽക്കുന്നത്? ഏതോ ഒരുത്തൻ എന്നെ ഒറ്റയേക്കുന്നു. ആരാന്ന് കണ്ടുപിടിക്കണം. എന്താ ഈ പിള്ളേരുടെ കാര്യം? ക്യാമറ റെഡിയല്ലേ? ഫോട്ടോ അങ്ങനെ എടുക്ക. അത് കൊള്ളാം. ഇനി ഞാനും കൂടി നിൽക്കട്ടെ. റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനിലും തിയേറ്ററിലും ബസ് സ്റ്റാൻഡിലും വലിയ പോസ്റ്ററുകൾ എല്ലാവരും ഒന്ന് കാണട്ടെ. എന്നാ ശരി, ഓക്കെ. അങ്ങനെയാണോ ഫോൺ ചെയ്തത്? മര്യാദക്ക് ചോദിച്ചാ പറയില്ലല്ലേ?
ആരാടാ പറഞ്ഞ? ചോദിക്കുന്ന കേട്ടില്ലേ? ഞാനാണ് വിളിച്ചു പറഞ്ഞത്. നീയാണോടാ പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞത്? ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നൊക്കെ കാണത്തില്ലേ? ആണുങ്ങളുള്ളപ്പോ പെണ്ണുങ്ങൾ ഇടപെടണ്ട. മൂശാരി ഉണ്ടാക്കുന്ന കത്തി ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെ കുത്തിയാലേ ഇറങ്ങും. ജീവൻ പോയ വരുവാ മനുഷ്യ. എനിക്ക് ജീവൻ അവരത് ജീവൻ. നിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നിന്റെ നാടെവിടെയാ? തിരുവല്ലാമലയാണ്. അച്ഛൻ ആശുപത്രിയിലാണത്രേ. ഞാനാ കടയിട്ടോളം പറഞ്ഞത്. അറിയാത്തവന്മാരെയൊക്കെ കടയിടാൻ സമ്മതിക്കരുന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല എന്താ പറ്റിയത്? നിങ്ങളുടെ ആൾക്കാരെന്ന് എനിക്ക് അറിഞ്ഞില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്ത് നോക്കടാ, ചെയ്യടാ. ചോളം വിൽക്കുന്ന അമ്മച്ചിയും പറഞ്ഞതാ ഇവന്റെ തന്ത ശരിക്കും ആസ്പത്രിയിലാണെന്ന്. ഡാ, ഇനി നിന്നെ ആ പരിസരത്തെങ്ങാനും കണ്ട വെട്ടി നുറുക്കികളയും. പോടാ, ഓടിപ്പോടാ. ആരെയും വിശ്വസിക്കല്ലേ കേട്ടാ. നീ പോടി. വാങ്ങുന്നത് നിനക്ക് മാത്രമല്ല, നിന്റെ അച്ഛൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയുമാണ്. നീ ഓടുമ്പോൾ നിന്റെ ലക്ഷ്യം കപ്പിന് വേണ്ടിയായിരിക്കും. എല്ലാവരും മാറിക്കേ.
ഗുഡ് മോർണിംഗ് ഓഫീസർ. അരുൺ, E.K. അരുൺ, ഹ്യൂമൻ റൈറ്റ്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ വിംഗ്. ഓഫീസർ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സ്റ്റേഷനിലേക്ക് വരൂ, സംസാരിക്കാം. വേണ്ട, ഇപ്പൊ തന്നെ എനിക്ക് സംസാരിക്കണം. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങില്ല, പിന്നീട് സംസാരിക്കാം. ഓഫീസർ, ഇപ്പൊ നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ. എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്? നിങ്ങൾ ചെയ്ത എൻകൗണ്ടറിൽ ഒന്ന് ഫേക്ക് ആണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അകത്തേക്ക് പോവും. നമ്മുടെ എൻക്വയറി തീരുന്നവരെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ്. ശരി ഓഫീസേഴ്സ്, ബി ഫ്രീ. നമുക്കെന്തെങ്കിലും സിനിമ കണ്ടാലോ? റിലീസായ എല്ലാ പടങ്ങളും അപ്പൊ തന്നെ ഞാൻ കണ്ടു തീർക്കാറുണ്ട് സാർ. തിയേറ്ററിലാണോ? കളർ ഡിവിഡിൽ സാർ. ഗുഡ്. പോലീസുകാരനാവുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവണം. താങ്ക് യു സാർ. പൊതുവെ ജോലിക്ക് കയറുമ്പോൾ സത്യസന്ധമായ ജോലി ചെന്നാ വിചാരിക്കാം. പക്ഷെ കൈക്കൂലി എന്ന വൈറസ് അവരെ കാർന്ന് തിന്നുന്നു. ഏതൊരു വൈറസിനും അടുക്കാൻ പറ്റാത്തൊരു ഓഫീസറാണ് ഈ ശക്തിവേൽ. ഇദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന 2 സബ് ഓഫീസേഴ്സ്. വെരി ഗുഡ് ടീം. നിങ്ങളുടെ 3 പേരെയും പ്രൊഫൈലിൽ ഞാൻ കണ്ടു, കലക്കിയിട്ടുണ്ട്. ഓക്കെ ഓഫീസേഴ്സ്, നിങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇടപെടുക. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. Sorry, I'll be back. Shakti. Silence. അയാൾ എന്തിനെ പറ്റി ചോദിച്ചേ? കേസിനെ കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല ശക്തി. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരനല്ല. അതുകൊണ്ട് അയാളുടെ സംസാരത്തിന് വാങ്ങി ഒന്നും പറഞ്ഞേക്കല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ പോലും അറിയാതെ അയാൾ ക്യാമറ വെച്ചിരിക്കുന്നു. അയാൾ എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ 3 പേര് ഒരുപോലെ വേണം ആൻസർ പറയാൻ. ആദ്യം ഞാൻ മറുപടി പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും കുത്തി ചോദിക്കുവാണെങ്കിൽ മറന്നുപോയി ഓർക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് അയക്കണം. യാതൊരു കാരണവശാലും അയാൾക്ക് നമ്മളെ പിടികൊടുക്കരുത്. കൃത്യം 5 മിനിറ്റ്. ഓഫീസർ, നോ. എന്താ സാറേ, ഫ്രീ ആയിരിക്കാന്ന് സാറേ തന്നെയല്ലേ പറഞ്ഞത്? ശരിയാണ്, പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ സാധാരണ പാവയല്ല അത്. ക്യാമറ, നിങ്ങൾ വലിക്കുന്ന ക്യാമറയിൽ കണ്ടാൽ നിങ്ങളുടെ ഇമേജ് പോയേക്കും. അതുകൊണ്ട് അതിനെ... സാറേ, അത് ഞാൻ നേരത്തെ ഓഫ് ചെയ്തു. വെരി ഗുഡ്. പോലീസായ ഇങ്ങനെ അലേർട്ടായിരിക്കണം. സാർ, അപ്പോ
പക്ഷെ ഓഫീസർ, നിങ്ങൾ കരുതിയതുപോലെ അത് റിമോട്ടല്ല, വോയിസ് റെക്കോർഡർ. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റായിട്ട് റെക്കോർഡാകും. അത്രയ്ക്കും ക്ലാരിറ്റിയാണ്. ഇതിന്റെ ക്വാളിറ്റി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരനല്ല. അയാൾ എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ 3 പേരും ഒരുപോലെ ആൻസർ പറയാം. ആദ്യം ഞാൻ മറുപടി പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും കുത്തി ചോദിക്കുവാണെങ്കിൽ മറന്നുപോയി ഓർക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് അയക്കണം. യാതൊരു കാരണവശാലും അയാൾക്ക് നമ്മൾ പിടികൊടുക്കരുത്. ഓഫീസർ, തെറ്റ് ചെയ്യുന്നവൻ അവൻ അറിയാതെ തന്നെ എന്തെങ്കിലും ഒരു തെളിവ് വിട്ടേക്കും. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ് ശരിയായ ഒരു പോലീസ് ഓഫീസർ. പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നവനാണ് സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറിന്റെ ജോലി. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പുകവലിക്കാം. നിങ്ങളുടെ ഈ ആക്ടിവിറ്റി മുതുകിലെ കടാലിറക്കിയ പോലെ ഉണ്ട്. അമ്പ് വന്നതിന് ശേഷം തിരിഞ്ഞു നിന്നാൽ അർജുനൻ വിട്ടാലും അത് മുതുകിലെ കുത്തുള്ളൂ. നമ്മുടെ അച്ഛന് ആ ഡോക്ടർക്കൊന്നും അറിയില്ല. എന്നാലും എന്താ ഡോക്ടർ പറഞ്ഞത്? നമ്മുടെ അച്ഛന്റെ കളികളും കുസൃതികളും ഒക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്നുവെച്ചാ അവൻ ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്. ഒന്ന് തെളിച്ച് പറ റോയിച്ച. അച്ഛന് ഓട്ടിസം ആണെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ഓട്ടിസോ? എന്റെ അച്ഛനോ? അച്ചു, അച്ചു, എന്താണ് എന്റെ മോന് പറ്റിയത്? അച്ചു, എന്താ എന്റെ മോന് പറ്റിയത്? നീ കരയാതിരിക്കും. ആ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാവാം. നമ്മുടെ അച്ഛന് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അച്ചു, അച്ചു. പപ്പ, എന്താ പപ്പ കരയുന്നേ? ഒന്നുമില്ല മോളെ. എന്താ പപ്പ? നമ്മുടെ അച്ഛന് സുഖമില്ല. പപ്പ മോക്ക് ഫുഡ് എടുത്ത് തരാം. മോള് ഫുഡ് കഴിക്കാൻ വാ. എനിക്കൊന്നും വേണ്ട, എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരുന്നാ മതി. അച്ചു, എന്തു പറ്റി? എന്തെങ്കിലും ഒന്ന് പറയടാ, ഒന്ന് പറയടാ. എന്റെ മോനെ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഈ ഗതി വരുത്തിയല്ലോ. എന്തിനാ അച്ഛാ എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? ഞാൻ അച്ഛന്റെ മോൻ തന്നെയല്ലേ? എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റി? സുന്ദരി നിങ്ങൾക്ക് മോളെ പോലെയല്ലേ? അവളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഞാൻ കൊള്ളരുതാത്തവനല്ല, സാഹചര്യം എന്നെ അങ്ങനെ ആക്കിയതാ. 18 വർഷത്തെ പട്ടാള ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. റമ്മും തോക്കും അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു. നിന്റെ അമ്മയല്ലാതെ മറ്റൊരുത്തിയെയും ഞാൻ മനസ്സുകൊണ്ട് പോലും മോഹിച്ചിട്ടില്ല. കാലിന് പരിക്ക് പറ്റി അൺഫിറ്റ് ആയപ്പോ ശിഷ്ടകാലം നിന്റെ അമ്മയെ മൊത്ത് സന്തോഷമായി ജീവിക്കാൻ ഓടി വന്നതാ. വന്ന സമയത്ത് അവള് നമ്മളെ വിട്ടുപോയി. ഞാൻ എന്താടാ ചെയ്യാ? എന്ന് വെച്ച് സ്വന്തം മരുമകളെ ഭാര്യയാക്കി കളയോ? സ്നേഹവും വാത്സല്യവും ഈ കടല് പോലെ ഞാൻ കൂട്ടിവെച്ചിരുന്നു. അത് കാണിക്കാൻ എനിക്ക് ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് സുന്ദരി, എന്റെ സുന്ദരി വന്നു. ആദ്യമൊക്കെ ഞാൻ അവളെ മകളായിട്ടാ കണ്ടത്. അവളും എന്നെ അച്ഛനെ പോലെയാ കരുതിയത്. വിധി ഞങ്ങളെ വെറുതെ വിട്ടില്ല. ഈ കടലിൽ മീൻ പിടിക്കാൻ വന്നപ്പോഴാ ഒരു അപകടത്തിൽ ഞാനാണ് അവളെ നിർബന്ധിച്ച് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്.
അത് ഞങ്ങൾ നിന്നോട് പറയാൻ വേണ്ടിയാ വന്ന്. നീ ചെവി തന്നില്ല. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തവൻ തനിച്ചാകുമ്പോ വീണ്ടും അത് ആവർത്തിക്കാൻ പ്രേരണയാകും. ഞാനും ചെയ്തു പല പ്രാവശ്യം. ആ സുഖത്തിന് ഞാൻ അടിമയായി പോയട. അത്രമാത്രം ആഘോഷിച്ചു. എന്നാൽ സുന്ദരി അവൾ എന്നെ വിട്ടു പോയി. അവളുടെ ഓർമ്മകൾ കൊല്ല. ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടുമ്പോ അമ്മയെ വഞ്ചിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? നിന്റെ അമ്മ 18 വർഷം തനിച്ചായിരുന്നു. അപ്പൊ തെറ്റൊന്നും ചെയ്തു കാണില്ലേ? എനിക്ക് ദ്രോഹം ചെയ്തു കാണില്ലേ? അങ്ങനെ സംസാരിക്കരുത്. എന്റെ അമ്മ അത്തരത്തിലുള്ളവളല്ല. നിന്റെ ഭാര്യ നിനക്ക് ദ്രോഹം ചെയ്യുമ്പോ എന്റെ ഭാര്യ എനിക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ അങ്ങനെയാ. പക്ഷെ സുന്ദരി എന്തൊരു ഭംഗിയായിരുന്നടാ. ശരീരം കൊണ്ടും സ്വഭാവം കൊണ്ടും അവൾ ദേവതയായിരുന്നടാ. നിന്റെ അമ്മ സുന്ദരിയുടെ ചുണ്ടുവിരലിനൊപ്പം എത്തുവാടാ. സുന്ദരി മേരെ പത്നി, ഷീ ഈസ് മൈ വൈഫ്. അവളെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നതാ. സത്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിനു മുമ്പ് ഞാൻ നിന്റെ തല വെട്ടിയതാ. നിന്നെ കൊന്നിട്ട് അവളോടൊപ്പം ഞാൻ സന്തോഷത്തോടെ ജീവിച്ചാണ്. ഇങ്ങനെ ആക്കിയതാ. ജീവിതം തന്നെ ഞാൻ വരുത്തടാ. എനിക്ക് അവൾ അത്രമാത്രം ഇഷ്ടമായിരുന്നടാ. എന്റെ സുന്ദരിക്ക് എന്ത് ഭംഗിയായിരുന്നു അവളുടെ ശരീരം കാണുന്നത്. സുന്ദരി എന്റെ ഭാര്യയാണ്. നിന്നെ കൊന്നിട്ട് അവളെ ഞാൻ കെട്ടുമായിരുന്നടാ. അവളുടെ ശരീരത്തിൽ ഒരു മറുക് പോലും ഇല്ലായിരുന്നടാ. സുന്ദരി എന്റെ ഭാര്യ. നിന്നെ കൊന്നിട്ട് അവളെ ഞാൻ എന്റെ സ്വന്തമാക്കിയടാ. സ്വന്തം. സുന്ദരി മേരാ പത്നി ഹെ. നിന്റെ അമ്മയെക്കാളും എനിക്ക് സുന്ദരിയാണ് ജീവൻ. ഓ എന്റെ സുന്ദരി. എന്റെ സുന്ദരി എന്നെ വിട്ടേച്ച് പോയടാ. സുന്ദരി. നിങ്ങളെപ്പോലെ ഒരു മൃഗം ഈ ഭൂമിക്ക് വന്നാൽ ഈ ഭൂമി തന്നെ അഴുക്കാവും. നീ കടലിലേക്ക് തന്നെ തിരിച്ചു പോ. പാമ്പുകളും ഞണ്ടുകളും നിന്നെ തിന്നട്ടെ. നിങ്ങളുടെ പാപങ്ങളൊക്കെ തീരട്ടെ. ഓ മൈ ഡിയർ സുന്ദരി. നിന്റെ കൂടെയുള്ള ജീവിതം എന്ത് രസമായിരുന്നു. നിന്നെ കൊന്നിട്ട് ഞാൻ അവളെ കെട്ടിയതാണ് സുന്ദരി. നിന്നെ കൊന്നിട്ട് ഞാൻ അവളെ കെട്ടിയത് സുന്ദരി. എന്റെ സുന്ദരി എന്നെ വിട്ടു പോയതോടി. എന്നെ വിട്ടു പോയതോ. ഞാനെന്റെ സുന്ദരിയെ കാണാൻ പോവുക. എനിക്ക് എന്റെ ജീവിതം മൊത്തം സുന്ദരിയാണ്. അവളില്ലാതെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? സുന്ദരി. Ah!
അച്ഛാ കണ്ണ് തുറക്കച്ച, നമുക്ക് വീട്ടിൽ പോവാം. അച്ഛാ കണ്ണ് തുറക്ക്. അച്ഛാ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചാ. എനിക്കച്ഛാ എന്നെ കാണാൻ വരുമെന്ന് പാല് എന്നോട് പറഞ്ഞച്ചാ. അച്ഛാ അച്ഛാ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിത്താ. അച്ഛാ നമുക്ക് പോവാച്ചാ. എന്നെ ഹോട്ടലിൽ കൊണ്ട് ഭക്ഷണം വാങ്ങിത്താ. സർ, ശക്തി വന്നോണ്ടിരിക്കുകയാണ്. ശരിക്കും നോക്കിയോ? അവൻ തന്നെയാണോ? കൺഫേം അയാൾ തന്നെയാ സർ. എങ്കിൽ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യൂ. റൈറ്റ് റൈറ്റ്, കുറച്ചുകൂടെ പുറകോട്ട്, കുറച്ചുകൂടെ. വാ 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 വാ. റൈറ്റ് റൈറ്റ്, കുറച്ചുകൂടെ പുറകോട്ട്, കുറച്ചുകൂടെ. കുറച്ച് പുറകോട്ട് ഒന്ന് റൈറ്റ് ഉണ്ടാക്ക്. വാ 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 വാ. നിർത്ത്. വണ്ടി എടുക്കണം സാറേ, ഒരൊറ്റ ബൾബുള്ളൂ, അതൊന്ന് മാറ്റിക്കോട്ടെ. എടുക്കണം വണ്ടി. ഓക്കെ സാർ. എടോ സാറ് ചൂടാന്ന് കേട്ടില്ല. വണ്ടി എടുക്ക്. അയ്യോ, എന്നെ ഷൂട്ട് ചെയ്യല്ലേ. അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ നിന്റെ വേല കാണിക്കുന്നോടാ. വേണ്ട ശക്തി, ഇത് നമ്മുടെ ഏരിയ ആണ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ. വീട്ടേക്ക്. അയ്യോ, എന്നെ രക്ഷിക്കൂ സാറേ. ശക്തി, നോ. ശക്തി, നിനക്ക് നീ രക്ഷപ്പെടാൻ കഴിയില്ല. ഗണേഷ്, ഗെറ്റ് അപ്പ് മാൻ. വെൽ ഡൺ. ശക്തി പോലെ നീയും നന്നായി അഭിനയിച്ചു. താങ്ക് യു സർ. റോയിച്ച, അവൻ എന്നെ കൊല്ലാതെ കൊന്നു. എന്തെല്ലാം തെറികൾ എന്നെ വിളിച്ചത്. അവനെ കൊണ്ട് എനിക്ക് വയ്യ. അവൻ എന്നെ കൊല്ലും. നീ മമ്മിയെ തല്ലിയോ? ശരിയാകൂടാ. എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ശരിയാകൂടാ.
നീ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം ജനിച്ചവനാണോടാ? ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്താൽ അവൻ ഇത്രയ്ക്കും വയലന്റ് ആവില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കാവല്ലോ. അവന്റെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അതെ, പക്ഷെ ഡോക്ടർ പറഞ്ഞത് നീ മറന്നുപോയോ? നാളെ ഓഫീസിൽ സമയം കിട്ടുമ്പോൾ ഡോക്ടറെ ഒന്ന് വിളിച്ച് ചോദിക്കും. നാളെ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. അതെന്താ? ഓ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഓരോരോ പണികളെ ഒരു ചെറിയ സസ്പെൻഷൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവരുമായിട്ടൊന്നും ഉടക്കാൻ പോകണ്ടെന്ന്. നീ ഇതൊന്നും ആലോചിച്ച് തലവുണ്ടാക്കണ്ട. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചേട്ടാ, എന്തുപറ്റി? അച്ഛാ, മോളെ, മോളെ, അമ്മേ, ഏട്ടാ, ചെയ്തല്ലോ. എന്റെ പൂ പോയേ. മോളെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതെന്ത് ചെയ്യും ഞാൻ? ഐശ്വര്യ, നിനക്കൊന്നും പറ്റില്ലല്ലോ. നീ അകത്ത് വാ, ഒന്നും സംഭവിക്കില്ല. നീ അകത്ത് വാ. ചേട്ടാ, പെണ്ണിനെ എനിക്ക് ഇഷ്ടായിട്ടാ. ചേട്ടാ, മോളെ എനിക്ക് ഇഷ്ടായിട്ടാ. ഈ പെണ്ണിനെ ഇനി എപ്പോഴാ കാണുന്നെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നേ. ഇവള് തന്നെ എന്റെ എന്തുട്ടോ നീ പറയണേ? അപ്പൊ നീ കെട്ടാൻ പോടോ നിന്റെ അമ്മാവന്റെ മോളോ? അതൊന്നും എനിക്ക് അറിയണ്ടെങ്കിലേ ഇവിടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടണം. എന്താ ഇത്? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? പഠിക്കുന്ന കുട്ടിയെ നോക്കി കല്യാണം അതൊന്നും വേണ്ടെന്ന് പറയുന്നു. മര്യാദയ്ക്ക് പുറത്തിറങ്ങി എന്താ സംസാരിക്കണേ? സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടില്ലേ? അങ്കിള് പറയും ഇവനെയും പെണ്ണിനെയും എന്റെ മുതലാളിക്ക് വീടും താൻ എഴുതി തരണം. 2 ദിവസത്തിനുള്ള നിശ്ചയം, അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം.
ഐ എം സോറി മിസ്റ്റർ ആൽബിൻ. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയുള്ള നിങ്ങളെ ഡ്യൂട്ടിക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു. ഐ നോ യുവർ ടാലന്റ്, ദാറ്റ്സ് വൈ ഐ നീഡ് യു. ചന്ദ്ര എന്തായി പറയുന്നത്? എന്നെ പാമ്പ് കടിച്ചു. ചന്ദ്ര 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 നോക്ക്, നിനക്കൊന്നും പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്. ചന്ദ്ര, നീ എന്നെ വിട്ടു പോയോ? അരുൺ നമ്മളെ തനിയെ വിട്ടിട്ട് പോയതാ. ചന്ദ്ര ചന്ദ്ര കണ്ണു തുറക്ക്. ചന്ദ്ര ആരുമില്ല ഇവിടെ, ഒന്ന് ഓടിവായോ. 100 മീറ്റർ ഓട്ടത്തിന്റെ ഫൈനൽ റൗണ്ട് ആരംഭിക്കുന്നു. ചെസ് നമ്പർ 442, ട്രാക്ക് നമ്പർ 1. പ്രേം സോമശേഖരൻ, ചെസ് നമ്പർ 501, ട്രാക്ക് നമ്പർ 2. രാജേന്ദ്ര പ്രസാദ്. സർ പ്രേം എവിടെയാണ്? പെട്രോൾ തീർന്നു സർ, അതാ നേരം വൈകി. ചെസ് നമ്പർ 458, മാധവൻ, ട്രാക്ക് നമ്പർ 6. എല്ലാ മത്സരാർത്ഥികളും സാർ ഒരാളെത്തിയില്ല. 2 മിനിറ്റ് സാർ. നോ ദേവൻ, ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തു. സമയമായി, നമുക്ക് തുടങ്ങിയേ പറ്റൂ. സാർ പ്ലീസ് സാർ. നോ അയ്യോ സാർ, എന്ത് പറ്റി സാർ? ഈ മത്സരത്തിന് ശേഷം അടുത്തതായി 500 മീറ്റർ റിലേ. ഓക്കെ സാർ. On your mark. Set. പുരുഷന്മാരുടെ 100 മീറ്റേഴ്സ് ഹഡിൽസ് മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഈ മത്സരത്തിൽ പങ്കെടുത്ത ഫസ്റ്റും സെക്കൻഡും നേടുന്നവർക്ക് അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാവുന്നതാണ്. Yes! Thank you, sir. Prem, 18.88. Sir. വേണ്ട, ഇങ് വാടാ. വാ. താങ്ക് യു. ഇപ്പൊ പറയണം, അന്നെന്താ സംഭവിച്ചത്? എനിക്ക് മറവി കൂടുതലാണ് സാർ. എനിക്കറിയാം. ആ പ്രശ്നം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്താൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇൻഫാക്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് അർജുൻ മരണപ്പെട്ടത്. എന്തേ? അന്ന് ഏകദേശം ഒരു 9:30 മണിയായി കാണും സാർ. സഡനായി ആ വണ്ടി ഇവിടെയാണ് നിന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശക്തിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റി. സംതിങ് ഗോയിങ് ടു ഹാപ്പൻ, ബി അലേർട്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ അലേർട്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെടിപൊട്ടുന്ന സൗണ്ട് കേട്ടു. ഓഫീസർ, കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു പെണ്ണിനെ പ്രേമിച്ചില്ലേ? അതെ സർ. എന്തോ ഗൺഷൂട്ട് കേട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ആ പെണ്ണിനെ വിവാഹം കഴിക്കാതെ ചതിച്ചു അല്ലേ? സർ, ഞാൻ ആ പെണ്ണിനെ പറ്റിച്ചിരുന്നില്ല സർ. അവൾ തന്നെയാണ് എന്നെ പറ്റിച്ചത്. 9:30 മണിക്ക് നിങ്ങളുടെ വണ്ടി വന്ന് നിന്നു. അതിനുശേഷം പുറത്ത് ശക്തിവേലിന്റെ ശബ്ദം കേട്ടു അല്ലേ? കറക്റ്റ് സർ. ഇന്ന് വരെ ആ പെൺകുട്ടിയെ മറക്കാൻ സാധിച്ചിട്ടില്ല. അതെ സർ. പക്ഷേ ശക്തിയുടെ ഇന്റർവ്യൂവിൽ ഈ ഭാഗത്തുനിന്നൊരു റോക്കറ്റ് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജീപ്പ് നിർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഈ റോക്കറ്റ് ലോഞ്ചിന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചില്ലേ? പറയണം ഓഫീസർ.
എൻകൗണ്ടറെ പറ്റിയാണോ അതോ എൻ്റെ ലവറെ കുറിച്ചാണോ സാർ? അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ രണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം രണ്ടിനെ കുറിച്ചും എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു സാർ. എൻകൗണ്ടറിനെ കുറിച്ച് മാത്രം ചോദിക്കൂ സാർ. അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവർ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്നുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല സാർ. കൃത്യമായി പറയണമെന്നില്ല, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് മതി. പാന്റ് ആയിരുന്നു അതോ ലുങ്കിയോ? അതുപിന്നെ പാന്റ്, ഷർട്ട്, ടീഷർട്ട് ഇട്ടിരുന്നു. ശരിക്കും ഓർത്ത് നോക്കിയേ, ആരെങ്കിലും മുഖം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ആരുടെ ഫേസും മനസ്സിൽ നിൽക്കുന്നില്ല സാർ. എന്തേ മുഖം കാണാതിരിക്കാൻ വേണ്ടി അതെ എന്തെങ്കിലും? സാർ, മങ്കി മാസ്ക് ധരിച്ചിരുന്നവർ എല്ലാരും? സർ. ഓ, അർജുന്റെ കാലിൽ വെടിവെക്കുന്ന സമയത്ത് അർജുനും ശക്തി തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? 5 ഫീറ്റ് ഉണ്ടാവും സാർ. നെറ്റിയിൽ വെടിവെക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? ഒരു 15 അടി കാണും സാർ. അർജുൻ നിങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ച സമയത്ത് ഇൻസ്പെക്ടർ ശക്തി നിങ്ങളുടെ ഇടതുവശത്തുണ്ടായിരുന്നോ അതോ വലതുവശം? ലെഫ്റ്റ് സൈഡ്. വരണം ഓഫീസർ. ഞാൻ പറഞ്ഞതുപോലെ ചായ നല്ല കടുപ്പത്തിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനടുത്ത് എൻ്റെ എൻക്വയറി കഴിഞ്ഞു. ഇനി നിങ്ങളാണ്. ഓഫീസർ, ഇദ്ദേഹത്തിൻ്റെ മറുപടികൾ എന്തായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമ്മുടെ ഇൻ്റർവ്യൂ തുടങ്ങാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ. രണ്ടുപേരും കണ്ടത് ഒരേ കാര്യം തന്നെയല്ലേ? വെൽ, വെറും 6 ചോദ്യങ്ങൾ. അർജുനെ രക്ഷിക്കാൻ വന്നവർ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ പാൻറ്, ഷർട്ട്, മുണ്ട്, ലുങ്കി, ടീഷർട്ട്, ഇതുപോലത്തെ വല്ല കോസ്റ്റ്യൂംസ്? ഫോർമൽസ്, ടീഷർട്ട്, ജീൻസ് പാൻറ്, ഇതൊക്കെ എല്ലാവരും ഇട്ടിരുന്നേ. രണ്ടാമത്തെ ചോദ്യം, വന്നവരിൽ ആരുടെയെങ്കിലും മുഖം ഓർമ്മയുണ്ടോ? ശരിക്കും ഓർക്കുന്നില്ല സാർ. ഒരു കുറ്റവാളിയുടെ മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. മരണം വരെ മറക്കാത്തവനാണ് ഒരു കഴിവുള്ള പോലീസ് ഓഫീസർ. 10 മിനിറ്റ് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആരെ മുഖം ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും? മുഖം മറയ്ക്കുന്ന പോലെ എല്ലാവരും തുണി കെട്ടിയിട്ടുണ്ടായിരുന്നു. തുണി കെട്ടിയിട്ടുണ്ടായിരുന്നോ അതോ മുഖത്ത് വല്ല ബ്ലാക്ക് പെയിന്റ് അടിച്ചിരുന്നു? പകുതി പേര് മുഖം മറയ്ക്കുന്ന പോലെ തുണി കെട്ടിയിരുന്നു, മറ്റുള്ളവരൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസർ, നിങ്ങളുടെ റിയാക്ഷൻ റെക്കോർഡ് ആവുന്നുണ്ട്. സാർ, ഞാൻ വേണമെങ്കിൽ ആ സൈഡിലൊന്ന് ഇരുന്നോട്ടെ സാർ. എന്ത് പറ്റി ഓഫീസർ? എൻക്വയറി അവരുടെ അല്ലേ സാർ? എൻക്വയറി അദ്ദേഹത്തോട് തന്നെ, പക്ഷെ ഉത്തരങ്ങൾ ഇവിടുന്നാണല്ലോ വരുന്നത്. ഇപ്പൊ നോക്കണം സാർ. അർജുനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? സാറേ, കാലിൽ വെടിവെക്കുമ്പോൾ 5 അടി ഉണ്ടാവും, നെറ്റിയിൽ വെടിവെച്ചപ്പോൾ 15 അടിയും. അർജുൻ നിങ്ങളെ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സബോർഡിനേറ്റ്, അതായത് ഈ ഓഫീസർ ആദിത്, അദ്ദേഹം നിങ്ങളുടെ വലതുവശത്തായിരുന്നു അതോ ഇടതുവശത്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ആലോചിച്ച് വേണം പറയാൻ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് സൈഡ്. റൈറ്റ്. ചോദ്യം നമ്പർ 6. ചായ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഓഫീസർ മറുപടി പറഞ്ഞില്ല. ഓഫീസർ, റിലാക്സ്. താങ്ക് യു സർ. വരണം ഓഫീസർ, നിങ്ങളെങ്കിലും മറുപടി പറയൂ. കാപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. മുരളി സർ, ഫോൺ. ശരി ഓഫീസേഴ്സ്, നാളെ രാവിലെ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൽ നമുക്ക് കാണാം. എൻ്റെ ഭാര്യയോടൊപ്പം ഞാൻ ചെലവഴിച്ച നിമിഷങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഇപ്പൊ ആ സൗന്ദര്യം മാറിപ്പോയോ? എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു അമ്മായി അച്ഛനും മരുമകളും ഇത്രയും അടുക്കുന്നത് ശരിയാണോ? അതോ ഞാനാണോ തെറ്റിദ്ധരിക്കുന്നത്? ഞാൻ
ഞാൻ അവസാനമായി അവരെ കണ്ട ആ 3 ദിവസങ്ങൾ ഏതോ കവി പാടിയതുപോലെയാണോ അതോ എന്റെ വൃത്തികെട്ട ചിന്തയോ? എന്റെ സൗന്ദര്യയെ ഞാൻ സംശയിക്കുന്നത് ശരിയാണോ? അതോ എല്ലാ ആണുങ്ങളെയും പോലെ ഞാനും വെറുതെ? പുരോഗമന ചിന്താഗതിയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. എന്റെ ഭാര്യയുടെ നോട്ടം, ആ കണ്ണുകൾ, അവളുടെ പ്രണയം, എല്ലാത്തിലും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. അതാണ് ഞാനും സ്നേഹിച്ചത്. ആ ഞാൻ തന്നെ അവളെ സംശയിച്ചു. ഇല്ല, എന്റെ ഭാര്യ പതിവ്രതയാണ്. അവൾ ഒരിക്കലും എന്നെ ചതിക്കില്ല, ഒരിക്കലും. എന്റെ സൗന്ദര്യയുടെ കൂടെ ജീവിതകാലം മുഴുവനും ഞാൻ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ എന്റെ ഭാര്യയെ കാണുമ്പോൾ ഞാൻ അവളെ അറിയാതെ സംശയിച്ചതാണെന്ന് പറഞ്ഞ് അവളോട് ഞാൻ മാപ്പ് ചോദിക്കും. എന്റെ ഭാര്യ നല്ലവളാണ്. അവൾ എനിക്ക് തീർച്ചയായിട്ടും മാപ്പ് നൽകും. നിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചല്ലേ ഞാൻ എന്റെ മോളെ തന്നത്. ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്റെ വീട്ടിൽ എന്തിനാ പോയത്? എന്റെ വീട്ടിൽ എന്തിനാ പോയത്? മോനെ, നീ ഇപ്പോൾ ഇവളെ ഈ കോലത്തിൽ കാണണ്ട. എനിക്ക് എന്റെ സുന്ദരിയെ കാണണം. ഇതെന്റെ സുന്ദരിയല്ല. അവൾ എന്റെ വീട്ടിൽ പോയിട്ടില്ല. ഇതെന്റെ സുന്ദരിയല്ല. എന്റെ സുന്ദരി എന്റെ വീട്ടിൽ പോവില്ല. അവളെ എനിക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് അവളിങ്ങനെ കിടക്കുന്നു. അവൾ എന്തിനാ മരിച്ചത്? എനിക്കറിയില്ല സുന്ദരി. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം മൃഗവന്ദനാം മൃഗ്യോ മുക്ഷേജമാമൃതാദേ. മുരുക, ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് കർണ. പാമ്പ് മാത്രല്ല, പാമ്പിന്റെ കുഞ്ഞുങ്ങളും വിഷമാണ്. മുരുക, അങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങളുടെ മക്കൾക്കും ആ എൻകൗണ്ടറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കർണ. പോലീസുകാരന്റെ മക്കളെ വിശ്വസിക്കരുതെന്ന് എന്റെ അനിയൻ പറഞ്ഞതാ. പക്ഷെ ഞാൻ കേട്ടില്ല. ഇതേ സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കർമ്മം ചെയ്ത എത്രയോ കൊലപാതകങ്ങള് ഞങ്ങൾ ഒതുക്കി തീർത്തിട്ടില്ലേ? ഡിപ്പാർട്ട്മെന്റിന് അറിയാതെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് ഈ ഒരു സഹായം ചെയ്തൂടെ? ഇതുവരെ ഞാൻ ചെയ്ത കൊലപാതകമെല്ലാം കാശ് വാങ്ങിച്ചിട്ടാ ചെയ്തത്. ഇപ്പൊ ആദ്യമായിട്ട് കാശ് കൊടുത്തിട്ട് ചെയ്യാൻ പോവാ. മക്കളെ വെട്ടി നുറുക്കുന്നത് കാണാൻ തയ്യാറായിക്കോ? പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ അനിയനെ നീ കൊന്നുവല്ലേ? എടോ, ഞാൻ വെച്ചോളാം. സാറി, എന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? കോച്ചിട്ടാ, അച്ചു, എന്റെ മോനെ എന്താടാ? പറ, എന്ത് പറ്റി? പറയടാ അച്ചു, പറയടാ, എന്താ? എന്ത് പറ്റി മോനെ? എന്റെ ദൈവമേ. മോളെ സാൻഡ്ര,
സാൻഡ്ര ഈ അഡ്രസ് ഒന്ന് പറയാവോ? അഡ്രസ്സാ? ആ വേറെ ആരുടെയെങ്കിലും ചെന്ന് ചോദിക്കടോ. മനുഷ്യനെ മെനക്കെടുത്താൻ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു മകനോട് ഒരു അച്ഛനും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്ത്. ഇനി എനിക്ക് ജീവിക്കാൻ അർഹതയില്ല. എനിക്ക് ചാകണം. നീ മാറിപ്പോ. എനിക്ക് ചാകണം. ഇല്ല, നീ ചെറിയ പെണ്ണ, നിഷ്കളങ്കിയാണ് നീ. നിന്റെ ജീവിതം ഞാനാ നശിപ്പിച്ച്. നീ മാറി. എനിക്ക് ചാകണം. നിങ്ങളുടെ മോൻ എന്താന്ന് ചോദിക്കില്ലേ? എങ്ങനെയായാലും അവന് സത്യം അറിയും. ഞാൻ എന്തായാലും മരിക്കും. നിങ്ങൾ തന്നെ എന്നെ കൊന്നു. അയ്യോ, നമുക്ക് രണ്ടുപേർക്കും ആ കടലിൽ തന്നെ മരിക്കാം. എന്റെ മകൻ അനാഥയാവല്ല. അവന് വേറെ ആരാ ഉള്ളത്? അവന്റെ അടുത്ത് പോയി നമുക്ക് സത്യം പറയാം. അവൻ നമ്മളെ വെട്ടാണെങ്കിൽ വെട്ടട്ടെ, ക്ഷമിക്കാണെങ്കിൽ ക്ഷമിക്കട്ടെ. ഈ സമയത്ത് എനിക്ക് അരുണെ കാണാൻ പോലും കഴിയില്ല. അവനോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മരിക്കും. ഞാൻ പറയുന്നത് കേക്ക്. അവൻ തീരുമാനിക്കട്ടെ. നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം.
ഹലോ ഹലോ, ഞാൻ പ്രേമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെ ഉള്ളത്? ഹലോ, ഇവിടെ കുറച്ച് പേര് എന്നിട്ട് ഓടിപ്പിക്കാണ് ഗാന്ധിനഗറിന്റെ അടുത്ത്. ഗാന്ധിനഗറിൽ എവിടെയാ? ആ മാർക്കറ്റിന്റെ അടുത്ത്. ഹലോ ഹലോ ഹലോ, എന്റെ കാശ് ആരാണാവോ ചവിട്ടിയത്? കാഴ്ച ശക്തിയില്ലാത്ത ഞാൻ ഇതൊക്കെ എങ്ങനെ പെറുക്കിയെടുക്കും? മഹാഭാവികളെ തൊലഞ്ഞു പോണം. ദുഷ്ടന്മാര് ഇവന്മാരൊക്കെ ഗതി കിട്ടാതെ ചാകണം. ദൈവമേ, ആരാന്നറിയില്ല മോനെ. നല്ല കാര്യം, ഒന്ന് പെറുക്കി തരും മോനെ. നീ നന്നായി വരട്ടെ. ദ്രോഹികള് എല്ലാം തെറിപ്പിച്ചിട്ട് പോയി. ഈശ്വരന്മാരെ, കർണയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. എവിടെയാ വരേണ്ടത്? നിന്റെ കൂടെ ഈ ജോലി ചെയ്യാൻ പോലും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അമൃത, നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നിന്നോട് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം നമ്മുടെ കൂടെ വന്നിരിക്കുക. ഇനിയിപ്പോ ഈ 3 പേർക്കും നമ്മൾ മാത്രം ഉള്ളെന്നാണ് പറയുന്നത്. എന്ത് കത്തിയാണ് അവനോട് വെക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അമ്മർക്ക് എന്നോട് ഭയങ്കര ദേഷ്യ. നീ ഇനി അത് കൂട്ടണ്ട. നീ ഇവിടെ വരുന്നത് വരെ ഇവിടത്തെ തണുപ്പ് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നീ വന്നു കഴിഞ്ഞപ്പോ ഒരു 3 തടി കഷ്ണങ്ങൾ ഒരുമിച്ച് കത്തിച്ച് നല്ല ചൂട് കിട്ടുന്നത് പോലെ ഉണ്ട്. സത്യമായിട്ടും ഇപ്പൊ ചൂട് കൊണ്ട് പൊള്ളണത് ഞങ്ങൾക്ക്. അത് തന്നെയാ പറഞ്ഞു വന്നത്. അതാ അമ്മരവിടെ ഉണ്ട്. അതാ ഡേവിഡ്. തട്ടി വീടരുത്. വേഗം വാ. ഓടിക്കോ ഓടിക്കോ. വേഗം വേഗം നോക്കി. അങ്ങോട്ട് നോക്ക്. ഒളിച്ചിരിക്കാം. ഹലോ പ്രേം, എവിടെയാ? ഇവിടെ ആകെ പ്രോബ്ലംസാ. ഞാൻ മറൈൻ ഡ്രൈവിൽ തന്നെ ഉണ്ട്. നീ എവിടെയാ ഉള്ളത്? സോ കർണ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ്. നിങ്ങളുടെ റേഷൻ കാർഡിൽ അവന്റെ പേരില്ല, അങ്ങനെയല്ലേ? സാർ എന്താ അങ്ങനെയൊക്കെ പറയണത്? സാർ അവനൊക്കെ ഞങ്ങൾ എങ്ങനെ സഹായിക്കും സാർ?
കുറ്റവാളികളെ സംസാരിക്കാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും നിയതി. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. സർ എന്താ സതൊക്കെ? ഞങ്ങളുടെ പിള്ളേർ ചെയ്ത കുറ്റത്തിന് ഞങ്ങളെ കുറ്റവാളികളെ പോലെ വിളിച്ച് എൻക്വയറി ചെയ്യുന്നു. സമ്മതിക്കുന്നുണ്ടല്ലോ? നിങ്ങളുടെ മക്കള് തെറ്റ് ചെയ്തു സമ്മതിക്കുന്നുണ്ടല്ലോ. സറണ്ടർ ചെയ്യൂ. എങ്ങനെ സറണ്ടർ ചെയ്യാൻ പറ്റും സർ? അവർ ചെയ്ത തെറ്റിന് വേണ്ടി നിങ്ങൾ വേറെ ഒരാളുടെ കഥ കഴിച്ചില്ലേ? മിണ്ടാതിരിക്കെ. ആൽവിൻ സുധൻ എത്ര സിൻസിയറായ പോലീസ് ഓഫീസർ ആയിരുന്നു എന്നറിയോ? ഇന്നലെ വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നവനില്ല, കൊന്നുകളഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടില്ല. നിങ്ങളെ മക്കളെ കുറിച്ച് ഇങ്ങനെ വിഷമിക്കുന്നുണ്ടല്ലോ. ആൽവിന്റെ അച്ഛനോട് നിങ്ങളെന്ത് മറുപടി പറയും? അവന്റെ ഭാര്യയ്ക്ക് എന്ത് മറുപടി പറയും? ഈ യൂണിഫോം ഇടുന്നത് അവന്റെ ഒരു സ്വപ്നമായിരുന്നു, ലക്ഷ്യം. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും നല്ല ചെയ്യുന്ന ആഗ്രഹിച്ചു വന്ന് അവനെ ഇവന്മാരെ ചേർന്ന് കൊന്നു. പക്ഷെ അതേ യൂണിഫോം ഇട്ടുകൊണ്ട് എല്ലാ പാവങ്ങളും ചെയ്ത് 4 കഴിവേറുകളെ നിങ്ങൾ നാട്ടിൽ വിട്ടയച്ചിരിക്കുകയാണ്. എന്റെ ഓപ്പറേഷൻ പരാജയമാവാൻ കാരണം നിങ്ങളുടെ പിള്ളേരാണ്. പോലീസ് സത്യത്തിൽ ജനിച്ച് പോലീസ് ആഹാരം കഴിച്ച് പോലീസ് ക്വാർട്ടേഴ്സിൽ വളർന്നവർ. ഒരു പോലീസുകാരൻ മരിക്കാൻ അവർ കാരണക്കാരായി. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. 24 മണിക്കൂർ സമയമുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ആ ക്വാർട്ടേഴ്സിൽ കയറി ഞാൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആ ചീത്തപ്പേര്. ചെല്ല്, പോകാൻ. യെസ് സർ. അളിയ, ആ നീല ചുരിദാറാടാ. അളിയ, നല്ല കുട്ടിയല്ലടാ. നിന്നെ പോലെ ഒരുത്തൻ പെണ്ണ് കാണാൻ കൊള്ളാവോന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോടാ? കിട്ടിയത് എന്താണോ അത് വെച്ച് സന്തോഷിക്കാൻ നോക്ക്, കേട്ടോ? അവളുടെ നമ്പർ വേണോ വേണ്ടയോ? അളിയ, നിന്നെ വിശ്വസിച്ചാടാ ഞാൻ ഇരിക്കണത്. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരണത് നിന്റെ കടമയാടാ. ഓക്കേ, വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്നലെ നീറ്റ് ഡ്രസ് നന്നായിരുന്നു. അതെ, തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് എവിടെയാ? ആ 7 നമ്പർ ബസ് ഇപ്പൊ തന്നെ പോകും. അയ്യോ, ദേ ചെറുക്കന്റെ ഫോൺ വീണു. ആ സിമ്മൊന്ന് തന്നെ. അതെ, ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ ഫോണിൽ നിന്നൊന്നും വിളിക്കാവോ? നമ്പർ ഒന്ന് പറഞ്ഞേ. 9843 9843 19293 19293. റിംഗ് പോകുന്നുണ്ട് കേട്ടോ. ആണോ? അതെ. അറിയില്ല, ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു. പയ്യെ പയ്യെ പയ്യെ. അങ്ങനെ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. നിർത്തൂ, മുണ്ടനം ചെയ്യണ്ട. അദ്ദേഹം പറഞ്ഞ ശരിയാ. കയ്യിലെ രോമം പിടിച്ച് നമുക്ക് ഈ ആചാരങ്ങൾ നടപ്പാക്കാം. അതുപോലെ അമ്മേ, അമ്മേ. മോനെ ചന്ദ്ര, അമ്മേ. എവിടെടാ അവൻ? ആര്? ഞാൻ ആരെ ചോദിച്ചത് നിനക്കറിയാം. എന്തിനു അന്വേഷിച്ചു നിനക്കറിയാം. പറയടാ അവൻ എവിടെയെന്ന്. പറയാൻ. പറയില്ല. അവൻ നിന്റെ ആളെ തീർത്തപ്പോ തന്നെ എന്റെ സ്വന്തം ആളായി മാറി. എന്നെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തന്മാര് വരും. നിന്നെയൊക്കെ മുതലാളി, ഐസക്ക് രാവിലെ തന്നെ കോതമംഗലത്തേക്ക് പോയിട്ടുണ്ട്.
കാർത്തിക്, ജഡ്ജിന്റെ പേരക്കുട്ടി റിലീസ് ചെയ്ത് സ്പോട്ടിലേക്ക് വാ. ഏയ്, കർണ എവിടെ ഉള്ളത്? പറയടാ റാസ്കൽ. സാറേ, എനിക്കൊന്നും അറിയത്തില്ല സാറേ, എന്നോടൊന്നും ചോദിക്കരുത്. ഇവിടെ പോയിരിക്കുന്നവൻ ഏത് നമ്പറിലാ ഉള്ളത്? അത് സാറേ ഇപ്പൊ കോട്ടയത്ത് നിന്നാണ് സാറേ സംസാരിച്ചത്. നമ്പർ പറയടാ. സാറേ 9600072222. ശിവ, ഒരു നമ്പർ ട്രേസ് ചെയ്യണം. 9600072222. ഇപ്പൊ ഏത് ഏരിയയിലാണ് ഉള്ളതെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ലൈനിൽ വരണം. ഞാൻ വെയിറ്റ് ചെയ്യാം. സാറേ ഇനിയെങ്കിലും എന്നെ വെറുതെ വിട് സാറേ. ഇതിന്റെ വില 1 കോടിക്ക് മേലെയാണ്. എന്നാ നിങ്ങൾ എനിക്ക് 50 ലക്ഷം തന്നാ മതിയാകും. ഈസ്റ്റർ എഗ് എനിക്ക് കാണാൻ കഴിയുമോ? I need my cash first. നമ്മുടെ ഡീല് നാളേക്ക് വെക്കാം അല്ലേ? ഓ, എവിടെ നടാ വീണത്? തുടർന്ന നീ പോയി വണ്ടി ഓവനല്ലേ പറഞ്ഞു. എടാ പൊക്കടാ. മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കി, അവളെ എങ്ങും കാണുന്നില്ല. ശരി, വണ്ടി എടുക്ക. ഒന്നും മനസ്സിലാവുന്നില്ല, പെട്ടെന്ന് പോടാ. എടാ പോയിക്കൊണ്ടിരിക്കല്ലേ, നീ കരയാതെ. കരയല്ലെന്നല്ലേ പറഞ്ഞേ. എടാ ശ്വാസമില്ലല്ലോടാ. എടാ പോലീസിനാ. വട 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 പുറകോട്ട് എടുത്തു. വേഗം 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 എടുക്കടാ.
രക്ഷപ്പെട്ടു. പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു തന്നെ. പുറത്തിറങ്ങടാ. എന്തിനാടാ? പുറത്ത് വരാനല്ലേ പറഞ്ഞേ? നീ എന്താ ചെയ്യാൻ പോകുന്നേ? നീ മിണ്ടല്ലേ? നീ എന്തിനാ കാണിക്കുന്നേ? എന്താ ചെയ്യാൻ പോകുന്നേ? അയ്യോ, എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് വയ്യടാ. പോകടാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ. നീ എന്താ ഈ ചെയ്യുന്നേ? ഇതൊക്കെ തെറ്റാണ്. അയ്യോ, നീ എങ്കിലും അവനോടൊന്ന് പറയ. ദൈവമേ, അയ്യോ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് ഇന്ന് കൊണ്ടുപോവാം. അയ്യോ, എടാ അവിടെ നിൽക്ക്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറയുന്നൊന്ന് കേക്ക് ബർമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയാ, വണ്ടി ഓടുക.